ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോനകത്ത് ഞാൻ ഈ വീക്കിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് നോളേജാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗിറ്റ്ഹബ് റെപ്പോസിറ്ററീസിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് നോക്കുന്ന സമയത്ത് ഓരോ ഫോൾഡറും അതിനകത്തോട്ട് പോയിട്ട് അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അതുപോലെ നമ്മുടെ ഡയറക്ടറിനകത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഈ വീഡിയോനകത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഞാനിവിടെ റെഫറൻസിന് വേണ്ടിയിട്ട് എൻ്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഗിറ്റ്ഹബിൻ്റെ ആ ഒരു URL ഗിറ്റ്ഹബ് എന്നുള്ള ഹബ്ബ് ഒഴിവാക്കിയിട്ട് അവിടെ ഇൻജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ URL ഉണ്ട്, അതുപോലെ തന്നെ സമ്മറി ഉണ്ട്, പിന്നെ ആ ഒരു ഡയറക്ടറിൻ്റെ സ്ട്രക്ചറും ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഡയറക്ടറി സ്ട്രക്ചറാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾ ChatGPT ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ഫോൾഡർ സ്ട്രക്ചർ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാട്ട് ദിസ് റെപ്പോ ഈസ് ഓൾ അബൌട്ട് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഈ ഒരു റെപ്പോസിറ്ററി എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പർപ്പസ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, അതിനകത്തുള്ള ഓരോ ഫോൾഡർ സ്ട്രക്ചറും ഫോൾഡറും എന്തിനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് ChatGPTനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെപ്പോസിറ്ററി യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് VS കോഡ് പോർട്ട് ഫോർവേഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഐക്കണിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.